എല്ലാം നല്ല സൂപ്പർ കഥകൾ എന്റെ കയ്യിലുണ്ട്. മലയാള സിനിമയെ പിടിച്ച് കുലുക്കാനുള്ള ഒരു സൂപ്പർ സ്ക്രിപ്റ്റ് എന്റെ കയ്യിലുണ്ട്. കുലുക്കിയിട്ട് പെട്ടെന്നങ്ങ് മാറിക്കളയണേ. അതിന് ഇല്ലെങ്കിലേ അമരവും തലയണ മന്ത്രമൊക്കെ തലയെക്കൂടെ വന്ന് വീഴും. നിങ്ങൾ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട. നല്ല ഒരു കഥ വന്ന് നമുക്ക് സൂപ്പർ കഥ എന്റെ കയ്യിലുണ്ട്. എന്തായാലും ഈ അപകടം പറ്റിപ്പോയി. അതായത് ഒരു കാട്ടില് 2 കുരുവികളുണ്ട്. ഈ കുരുവികൾ ഒരുമിച്ചാണ് മക്കാട് പണിക്ക് പോണത്. അപ്പൊ ഇവര് മക്കാട് പണിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴേ പണി കഴിഞ്ഞ് വരുന്ന ഒരു ദിവസം ഇവര് ഓണ ബമ്പർ എടുക്കും കേട്ടോ, ലോട്ടറി. അപ്പോൾ ഓണ ബമ്പർ അടിച്ചതിന് ശേഷം ഇവർക്ക് ഭയങ്കര തർക്കം. ഫസ്റ്റ് പ്രൈസ് എനിക്ക് വേണം, ആ പൈസ എനിക്ക് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര പ്രശ്നം. അപ്പൊ ഈ പ്രശ്നം അങ്ങനെ മൂത്ത് കയറി വരുമ്പം കരടി പോലീസ് അന്വേഷിക്കാൻ വേണ്ടി വരും. കരടി പോലീസിന് ആക്സിഡന്റും പറ്റും. അവസാനം ഈ കേസ് കോടതിയിലാവും. അങ്ങനെ ഈ കേസ് വാദിക്കാൻ അവിടെ ഒരു ട്വിസ്റ്റ് കേട്ടോ, ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്. പൃഥ്വിരാജാണ് കേസ് വാദിക്കാൻ പറഞ്ഞത്. എങ്ങനെയുണ്ട് സ്റ്റോറി? നിനക്ക് ഒരു ചൊരപ്പും ഇല്ലല്ലടാ. എടാ നിനക്ക് നിന്റെ വായി കിടക്കുന്ന നാക്ക് കടകടന്ന് അടിക്കുന്നെങ്കിൽ ഒരു ക്ലിപ്പ് ഇട്ട് വേടാ. ഇപ്പൊ ബാക്കിയുള്ളവരെ കൊണ്ട് പറയും. നിങ്ങൾക്ക് മാത്രമേ ഇഷ്ടപ്പെടാതെ ഉള്ളൂ. പ്രൊഡ്യൂസർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ പ്രൊഡ്യൂസറുടെ എന്തോ രഹസ്യം നിനക്കറിയാം, അല്ലെങ്കിൽ അയാൾ ഇത് ഇഷ്ടപ്പെടൂല. അതെ എന്റെ തൂക്കണാങ്കുരുവിയും കൊണ്ട് നടക്കുന്നു. എന്റെ കഥ കേൾക്കാനേ പാരീസിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുമോ നമ്മള്. ബാക്കിയുള്ള യൂറോപ്യനിലേക്ക് പോകാൻ പെടുന്ന പാടറിയാം. അപ്പോഴാണ് പാരീസിൽ പോകാൻ പോകും. ഈ വയ്യാത്ത കാര്യം അമ്മയെ അറിയിച്ചായിരുന്നു? അമ്മ അറിയിച്ചിട്ട് എന്താ കാര്യം? ഒരു ദിവസം സിനിമ TV വന്നപ്പോ അമ്മ മൊന്ത എടുത്തെറിഞ്ഞില്ലേ പിറ്റൂല്. അതല്ലെന്ന്, പിന്നെ അമ്മ താരസംഘടനയിൽ അറിയിച്ചോന്ന്. അവര് നമുക്ക് രണ്ടുപേർക്ക് അവരെ അറിഞ്ഞൂടല്ലോ, പിന്നെ അവരെ അറിയിച്ചിട്ട് എന്തോ കാര്യം? അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ ഞാൻ മറ്റേലുണ്ട് കേട്ടോ. ഏതില്? ഫെഫ്കേല്. ഫെഫ്കേലുണ്ടെന്ന്. അങ്ങോട്ട് എന്നിട്ടും പോയിരിക്കണോ? ഞാൻ പിടിക്കണോ? പിടിക്കണ്ട. അയ്യോ കാള രഘു കാള. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അയ്യോ സാറ് കാര്യം പറഞ്ഞില്ലേ സാറേ? ഈ സാറിന് എന്റെ കാള കുത്തിയപ്പോഴത്തേക്ക് എന്റെ കാളയും ഞാനും ഫേമസ് ആയെന്ന്. ഇന്റർവ്യൂ. എന്റെ ഭഗവാനെ, എല്ലാരും ടോർച്ചർ ചെയ്യാൻ വേണ്ടി എന്റെ അടുത്താണല്ലോ വരുന്നത്. ആദ്യം വന്ന കാര്യം പറ. അതായത് ഈ സാറിന്റെ അടുത്ത് മറ്റേ പരാതി ഒന്ന് പിൻവലിക്കാൻ വേണ്ടി പറയാൻ ഇപ്പൊ ചെല്ലി കേട്ടാ. കാരണം ഇപ്പൊ കേൾക്കാൻ പറ്റിയ മൂഡിൽ പുള്ളി കിടക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ചെല്ലി സാറൊന്ന് മാറ സാറേ. സാറേ ആര് വന്നെന്ന് മനസ്സിലായ? കാള രഘു. സാറിന് ഇഷ്ടപ്പെട്ട ഓറഞ്ച് ആപ്പിൾ എല്ലാം ഇതിനകത്തുണ്ട്. നോക്ക് സാറേ. പിന്നെ സാറിന്റെ വലിയൊരു ഫോട്ടോ എനിക്ക് വേണം കേട്ടോ സാറേ. വീടിന്റെ ഫ്രണ്ടിൽ വലിയ രീതിയിൽ ഫ്ലെക്സ് അടിച്ച് വെക്കാനായിരുന്നു. എന്നിട്ട് ഉന്നം നോക്കി നിന്റെ കാളെ കൊണ്ട് കുത്തിക്കാനായിരിക്കും. എന്തൊരു ദേഷ്യം സാറേ. കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ജൂലൈ 29 ഹയാത്ത് റീജൻസി തിരുവനന്തപുരം, ജൂലൈ 31 റാഡിസൺ ബ്ലൂ എറണാകുളം, ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8008000120. അതെ, കാണാൻ വേണ്ടി ഞാൻ നിൽക്കുമായിരുന്നു. ഇപ്പൊ 2025 ആണല്ലോ. 2026 എനിക്കൊരു 10 പട്ടിയെ വരും. എന്തിനാ പട്ടി? 10 പട്ടിയെ വെച്ച് ഞാനൊരു പുതിയ സിനിമ ചെയ്യുന്നുണ്ട്. ആരാണാവോ എന്തോ പട്ടിയുടെ കടി കൊണ്ട് ചാവാൻ പോണം. സാറേ ഈ കേസ് തന്നെ എങ്ങനെയും രക്ഷപ്പെടുത്തു സാറേ. ഈ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാലേ നിന്റെ കാളക്ക് ലൈസൻസ് ഉണ്ടായിരുന്ന? എന്റെ കാളന് വണ്ടിയൊന്നും ഓടിക്കുന്നില്ലല്ലോ. അയ്യോ അതല്ലെന്ന്, നമ്മൾ സിനിമാ ലൊക്കേഷനിൽ പട്ടിയോ മൃഗങ്ങളോ ഏതിനെ കൊണ്ടുവന്നാൽ ലൈസൻസ് വേണം, അല്ലെങ്കിൽ അനിമൽ ക്ലേസ് ആവും. എന്റെ ആകെ ഒരു കാളയിലുള്ള അനിമൽ എന്ന് പറഞ്ഞൊരു ജീവി എന്റെ ഇല്ല. ആകമ്പടം ഇതാണ് കാളയെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ സാറേ കേസെടുക്കൊന്ന്. ഗ്യാസ് എന്നൊക്കെ ഞാൻ ഊരിപ്പോവും. ഗ്യാസിനൊക്കെ നിസ്സാരമായിട്ട് ഞാൻ ഊരിപ്പോവും. കോടതിയിൽ എന്തോന്ന് പറഞ്ഞപ്പ പുള്ളിക്കാരനെ പഴയ ഒരു കേസ് കേട്ട് ഗോമതിയായിട്ട് ബന്ധമുണ്ടെന്ന്. അയ്യോ എന്തോ വേണം വിശക്കുന്നുണ്ടായിരിക്കും അല്ലേ? സാറേ സാറിന് സമാധാനപ്പെടുത്താൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. എന്റെ കയ്യിൽ നല്ലൊരു കഥയുണ്ട്. എന്റെ ആ കുത്തുന്ന കാളരെ വായിലെടുത്ത് വെച്ചോണ്ട കഥ ഉണ്ടെങ്കിൽ അതല്ലെന്ന്, നല്ല സിനിമയ്ക്ക് പറ്റിയ നല്ല കഥയുണ്ടെന്ന്. ഏതെങ്കിലും സംവിധാനം കൊണ്ട് കാണിക്കേ. അയ്യോ അത് പറ്റൂല. ഈ സംവിധാനം വരുന്നത് മോട്ടിച്ച് സിനിമ ആയി കഴിഞ്ഞത് വേറെ ആരും കാണൂലേ. നിന്റെ വെച്ചേക്ക്. ഇപ്പൊ ലോകം കാണണ്ടേ ഈ സിനിമ? അതല്ലേ പറഞ്ഞ നിന്റെ സിനിമ ആക്കി കഴിഞ്ഞാൽ ആരെങ്കിലും കാണൂല. അത് കാണിക്കണ്ട. ഇവ എന്തിന് കഥ എഴുതിക്കൊണ്ടാ കാണാത്തോ?
സാറിങ്ങനെ ദേഷ്യപ്പെടുന്നത് സാറേ. സാറിന് എന്റെ വീട്ടിലുള്ളവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് എന്റെ ഇച്ചേച്ചിക്ക്. സാറിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ സാറേ, ഏത്? നില്ലടി മുതുക്കി കൊണ്ടിട്ട് വരാന്ന്. ആ, അയ്യോ. അത് ഒരു 15 പ്രാവശ്യം എന്റെ ഇച്ചേച്ചി കണ്ടു. നല്ല ഹിറ്റ് സിനിമ അല്ലേ? സിനിമയല്ലേ? ഇപ്പൊ സാറിനെ കാണുമ്പോ എന്റെ പറഞ്ഞേ ചേച്ചി ഒന്ന് വിളിപ്പിക്കാൻ പറഞ്ഞായിരുന്നു. ചേച്ചി വിളിപ്പിക്കാൻ സംസാരിക്കാൻ ഇപ്പൊ ഒന്നും ചെയ്യണ്ട, സംസാരിക്കാൻ പറ്റിയൊരു മൂടല്ല. നമ്മുടെ പേനുണ്ടോ? ചേച്ചി നമ്പർ എന്ന് പറഞ്ഞേ. 98 98 46 46 10 10 10 10. ആ ചേച്ചി എന്ത് ചെയ്യുന്ന? 87 വയസ്സുണ്ട്, പല്ലും കൊണ്ട് വീടിനകത്ത്. അതെന്തിനു പഠിച്ചിട്ട് ചവച്ചത്? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഗുളിക കഴിച്ച ശേഷം ഒരു 2 10 തിന്നണമെന്ന്. അങ്ങനെ ഒന്ന് ചൂടാവുന്നതും വേണ്ട. പുല്ലിനെ കാണുമ്പോ അങ്ങ് ദേഷ്യം. തനിക്കറിയാല് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഷൂട്ടിംഗ് നടത്തിക്കൊണ്ട് വന്നപ്പം നീ കൊച്ചു നിക്കറിട്ട് എന്റെ അടുത്തൊന്ന് വേഷം ചോദിച്ചോനാണ്. ഷൂട്ടിംഗ് നടത്തുന്ന വിചാരിച്ച് എനിക്ക് നിക്കറുണ്ട്. പിന്നല്ലാതെ സാറേ, ഈ സിനിമയുടെ കഥ എന്ന് പറഞ്ഞു. ഈ സിനിമയുടെ കാളകുത്തുന്നതിന് മുമ്പായിരുന്ന കഥ സൂപ്പർ കഥയായിരുന്നു, പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇതില് ഒരു കണ്ണ് കാണാൻ വയ്യാത്തൊരു കാളയുണ്ട് കേട്ടോ. ആ കണ്ണ് കാണാൻ വയ്യാത്ത കാളയ്ക്ക് ഒരു പെങ്ങളൊരു കാളച്ചി ഉണ്ടായിരുന്നു. ആ കാളച്ചിക്ക് വേറൊരു കൂട്ടുകാരി കാളച്ചി ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരുടെ കണ്ടത്തിൽ ചെന്നൊരു പാട്ട് സീനുണ്ട്. വാ വാ കണ്ടത്തിലെ കാളേ, വാ വാ കണ്ടത്തിലെ കാളേ, കൂടെ കളിക്കാൻ വാ വാ, കൂടെ കളിക്കാൻ വാ. അങ്ങനെ ഈ കാളച്ചികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേൾക്കുന്നുണ്ടോ? ഇവരിങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു മുതലാളി കാളച്ചന്റെ വീട്ടിൽ പഴകിയും ആ മുതലാളി കാളച്ചി അവരെ പീഡിപ്പിക്കും. അങ്ങനെ ഈ 2 കാളച്ചികളോട് ആറ്റിൽ വീണ് ചാവും. അപ്പൊ ഇതിന്റെ മുതലാളി കാളച്ചൻ വരുമ്പം ഈ സഹോദരൻ കാളച്ചൻ, കണ്ണ് കാണാത്ത കാളച്ചൻ കഴുത്തി പിടിച്ചിട്ട് പറയും, തോമസ് കാളച്ചൻ പാവാ, തോമസ് കാളച്ചൻ പാവാ, തോമസ് കാളച്ചൻ പാവാ, തോമസ് കാളച്ചൻ പാവാ. ഇതങ്ങനെയുണ്ട്. ഇതാണ് ബാക്കി കഥ. ഇതായിരുന്നു ബാക്കി. രഘു, കാളെ ഞാൻ തിരക്കി സ്പെഷ്യൽ താങ്ക്സ് എന്ന് പറഞ്ഞേക്കണം കേട്ടോ. കാള ഈ കാള കുത്തിയിലായിരുന്നെങ്കിൽ ഈ സിനിമയിൽ അഭിനയിച്ചെങ്കിൽ നാട്ടുകാർ എന്നെ കുത്തി ഇവിടെ കിടത്തിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ പാക്കപ്പ് പറയണ നീ അല്ല, ഞാനല്ലേ ഡയറക്ടർ അല്ലേ. പാക്കപ്പ്